നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. TP വധക്കേസ് പ്രതികളെ ഫോൺ വിവാദത്തിൽ നിന്ന് രക്ഷിച്ചത് ഒരു പ്രതിയായ പി മോഹനന്റെ ഭാര്യ KK ലതിക MLA ആണെന്ന് ശത്രുക്കൾ 2 ദിവസമായി പറഞ്ഞു നടക്കുന്നു. ഫേസ്ബുക്ക് വിവാദം വന്ന ഉടനെ ജയിലിൽ പോയി ഫോണുകൾ മാറ്റാൻ സഹായിച്ചു എന്നാണ് ആരോപണം. ഇമാതിരി ആക്ഷേപങ്ങൾ പറയാൻ പാടുണ്ടോ? ഒരു സംഘം മാധ്യമപ്രവർത്തകർ, ഒരു സംഘം പോലീസുമായി ചേർന്ന് എല്ലാവരും ഇതിനൊന്നും ഉത്തരവാദിയല്ല. ഗൂഢാലോചന നടത്തി എങ്ങനെയാണ് വാർത്തകൾ കൊടുക്കേണ്ടതെന്ന് മുൻകൂട്ടി തയ്യാറാക്കി ആ കേസ് സംബന്ധമായി അവരൊരു ഫ്രെയിം അങ്ങ് തയ്യാറാക്കി. അതിൽ പ്രതികൾ, ഗൂഢാലോചനക്കാർ, സഹായികൾ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം പുറത്തു വരിക. പിന്നെയാണ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുക. ഇങ്ങനെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ചന്ദ്രശേഖരന്റെ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കാൻ വേണ്ടി CPM നിയോഗിച്ച ജനപ്രതിനിധിയാണ് KK ലതിക. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പി മോഹനെ ചോദ്യം ചെയ്യുന്ന ഘട്ടമെത്തിയപ്പോൾ KK ലതികയുടെ നേതൃത്വത്തിലാണ് 10 MLA-മാരുടെ സംഘം വടകരയിലെ അന്വേഷണ സംഘത്തിന്റെ ആഫീസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്നും പി മോഹനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ലതികയുടെ പേരിൽ ഇപ്പോൾ വരുന്ന പ്രചാരവേല, ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചാരവേല തുടക്കം മുതൽ ആരംഭിച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 10:30 ഒരു മാധ്യമം വാർത്ത പുറത്തുവിടുന്നു, ഉടനെ 11:30 ലതിക ജയിലിലെത്തുന്നു. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ജയിലിനുള്ളിൽ നിന്നും ജയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടി ലാപ്ടോപ്പും അതുപോലെ അത്യാധുനിക ഫോണുകളും ഉപയോഗിച്ചുകൊണ്ട് പുറം ലോകത്ത് ജീവിക്കുന്ന ക്രിമിനലുകളുമായും CPM നേതൃത്വവുമായും സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ആ വിവരം പുറത്തു വന്ന് ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും KK ലതികയുടെ നേതൃത്വത്തിലുള്ള CPM-ന്റെ 4-അംഗ സംഘം ജയിലിൽ സന്ദർശിക്കുകയും ആ സന്ദർശന ഉദ്ദേശം യഥാർത്ഥത്തിൽ പ്രതികളെ കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പ്രതികൾ ജയിലിൽ ഉപയോഗിച്ച ഫോണും മറ്റു ഉപകരണങ്ങളും ലതികയുടെ കയ്യിൽ ലതിക ഏറ്റെടുക്കുകയും അത് ഭദ്രമായി ഒളിപ്പിക്കാൻ ആവശ്യമായുള്ള സഹായവും ചെയ്തത് ലതികയാണ്. ജയിലിനകത്തുള്ള ഒരു പ്രതിയോട് 2-ാം തീയതി രാവിലെ താൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ഏഷ്യാനെറ്റ് ചാനലിൻ്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളത് 100% ശരിയാണ് എന്ന് മനോരമ ഏറ്റുപിടിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ തെളിവ്? ആ വാർത്ത സംബന്ധിച്ച് ആ ശബ്ദം പോലും അതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ദുരൂഹമാണെന്നും ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഓഫീസർ, അതും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ ആക്ഷേപത്തിനും ആരോപണത്തിനും വിധേയനാകാതെ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഉത്തമ വിശ്വാസത്തോടെ പറയുകയാണ്. അതുപോലും മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ. അപ്പം ഇത് കൽപ്പിച്ചുകൂട്ടിയെന്നല്ലാതെ എങ്ങനെ വിശ്വസിക്കേണ്ടത്? ഈ നാട്ടിലെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടുന്ന ഒരു ജനപ്രതിനിധി ആ ചട്ടങ്ങൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ KK ലതിക MLA തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, അതിന്റെ യോഗ്യതയില്ലാത്ത ഒരു MLA ആണ്. 10:35 ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടു. 11:30 KK ലതിക MLA-യും മറ്റു 3 പേരും പി മോഹനന് കൈമാറാനായി 3 കവറുകളിൽ വസ്ത്രങ്ങളുമായി ജയിലിലെത്തി. ഇത് രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ വാർത്ത ബോധപൂർവം സൃഷ്ടിക്കാതെ ഇത് വാർത്തയാവും. ലതിക എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട്? ലതികയുടെ വീട്ടിൽ നിന്ന്, കക്കട്ടിലുള്ള വീട്ടിൽ നിന്ന് കോഴിക്കോട് ജയിലിൽ ഒരു കാറിൽ ഓടിയെത്താൻ എത്ര സമയമെടുക്കും? ലതിക അന്ന് വീട്ടിലുണ്ടായിരുന്നു, അതല്ല കോഴിക്കോട് പാർട്ടി ഓഫീസിലായിരുന്നു? അവരുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വല്ലതും പരിശോധിച്ചിട്ടാണോ അവരുടെ ലൊക്കേഷൻ തീരുമാനിച്ചത്? അപ്പോ KK ലതിക ആ അന്വേഷണവും അട്ടിമറിച്ചു എന്നാണോ? ലതികയെ കുറിച്ചാണല്ലോ, അതുകൊണ്ട് ലതിക തന്നെ പറയട്ടെ. അത്തരം പ്രവർത്തനം ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മോഹനമാഷെ കാണാൻ ഞാൻ ഇനിയും പോകും. നിയമം തടസ്സപ്പെടുത്തുന്ന എന്നെ തടസ്സപ്പെടുന്ന കാലത്തോളം ഞാൻ പോകും. ഇത് വാർത്ത കൃത്യമായിട്ട് വന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കണ്ടല്ലോ. 10:35 വാർത്ത വന്നു, 11:30 അതിൻ്റെ അകത്തേക്ക് കയറി. ഇത് കണ്ടാൽ തോന്നാം ഞാനിങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് നോക്കി നിന്നു. ആ വാർത്ത കണ്ട ഉടനെ
ഇപ്പോൾ പുറപ്പെട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് 1.25 മണിക്കൂർ വേണം ഇവിടെ എത്താൻ. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, ഞാൻ കുന്നുവ പഞ്ചായത്തിലെ ഏറ്റവും റിമോട്ട് ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് കോഴിക്കോട് എത്ര സ്പീഡിൽ വന്നാലും 1.25 മണിക്കൂർ വേണം ഇവിടെ എത്താൻ വേണ്ടി. അതിലൂടെ ഒരു ചായയും കൂടി കുടിച്ചാൽ എത്ര സമയം വേണ്ടി വരും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എനിക്ക് വാർത്ത കണ്ടിട്ട് ഇവിടെ അത് തടയാൻ എനിക്ക് ഞാൻ ഇന്ന് വരെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞാനന്ന് മോഹൻ മാഷ മാത്രമാണ് കണ്ട്. എത്രയോ ഭർത്താക്കന്മാരില്ലേ, എത്ര മനുഷ്യരുണ്ട് നമ്മുടെ ജയിലിൽ, എല്ലാ ജയിലുകളിലും. ലതിക പോകുമ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടോ? ഇവർ പോകുമ്പോൾ മാത്രമാണ് വിവാദം വരുന്നത്. ഇത് ജയിലിൽ പോയത് മാത്രമല്ല, വടകരയിൽ ഇവരുടെ നേതൃത്വത്തിൽ 10 MLA പോയിട്ടാണ് മോഹനെ ചോദ്യം ചെയ്യുന്നത്, തടസ്സപ്പെടുത്തിയത്. റെസ്റ്റോറൻറ്റിൽ വെച്ച് മോഹനെ കണ്ടത് ഇവരാണ്. അവർ പോകുമ്പോൾ ഒരു ഗൗരവമുണ്ട്, കാരണം അവർ MLA ആണ്. സാധാരണ സ്ത്രീകൾ പോകുന്ന പോലെയല്ല. സാധാരണ സ്ത്രീകൾക്കാർക്ക് ഈ സൗകര്യം കിട്ടാറില്ല. അവർ MLA പദവി ഒരു പരിചയമാക്കിയിട്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളെ സഹായിക്കണം. നിങ്ങൾ പറയുന്ന ഒരു പ്രതിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കോടതിയിൽ നിങ്ങൾ പലരും ഉണ്ടാകാറുണ്ടല്ലോ. ഞാൻ മോഹന മാഷ അല്ലാതെ ഞാൻ വേറെ ആരെയും കാണാൻ ഞാൻ ശ്രമിക്കാറ് ഞാൻ കണ്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ പ്രതികളൊന്നായിട്ട് ഞാൻ ബന്ധപ്പെടാറില്ല, ഞാൻ കാണാറുമില്ല. ഇത്ര വ്യക്തിഹത്യ നടത്താൻ മാത്രം അവർ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവർ MLA ആണെന്നുള്ളൊരു പ്രത്യേക പരിഗണന ഉപയോഗിച്ചിട്ട് അവർ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. MLA സ്ഥാനം അങ്ങനെ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ഒരു പദവിയല്ല. അത് എന്ത് തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളത്? പാവം എന്ത് തെറ്റാണ് ചെയ്തത്? പണ്ട് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് പിണറായിയെ ലാവ്ലിൻ കേസിൽ പെടുത്തി. പാർട്ടി നേതാവായതുകൊണ്ട് പ്ലീനകാലത്ത് എളമരം കരീമിനെ ചക്കിട്ടപ്പാറ ഖനന അഴിമതിയിലും പെടുത്തി. ഇപ്പോഴിതാ മോഹനനെയും ലതികയെയും മറ്റൊരു കേസിലും പെടുത്തുന്നു. ഇനി RMPക്കാർ പറയുന്നത് കാര്യമാണെന്ന് വാദിച്ചാൽ തന്നെ ലതിക എങ്ങനെ പ്രതികളുടെ പോക്കുവരവുകൾ അറിയുന്നു? മോഹനം മാഷ് റെസ്റ്റോറന്റ് മുന്നിൽ എത്തുന്നു, കോടതിയിൽ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തുന്നു, വരുന്നു പോകുന്നു. കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു ചോദിക്കണം. കരീം സഖാവ് അടുത്തുണ്ട്. 1.5 മാസം കഴിഞ്ഞിട്ട് അടുത്ത കൊണ്ടുവന്നത്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ എന്നാ മാഷ് പോവാന്ന്. എൻ്റെ ഇന്ന് ഏത് ദിവസമാണെന്ന് എനിക്കറിയാം. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂറിൻ്റെ മേലെ കാത്തതിന് ശേഷം മോഹൻ മാഷ് എത്തി. മോഹൻ മാഷ് എത്തുന്ന സമയം അറിയാമെങ്കിൽ ഞാൻ ആ സമയത്ത് പോകില്ലേ? മോഹൻ മാഷ് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ് ചെല്ലാനാണ് എനിക്ക് പറഞ്ഞത്. ഈ 1.5 മാസം ആവുന്ന ഡേറ്റ് എന്നാണ്, ആ ഡോക്ടർ ഉണ്ടാകുന്ന ഡേറ്റ് എന്നാണെന്ന് അറിയാം. ആ ഡേറ്റിന് ഞാൻ പോകും. അത്രയേ ഉള്ളൂ. കോടതിയുടെയോ അല്ലെങ്കിൽ ജയിലിലോ അതിന്റെ പ്രത്യേകിച്ച് മോഹൻ മാഷ് പുറത്താണ്, താങ്കൾ പുറത്താണ്. ഇപ്പൊ മോഹൻ മാഷ് അങ്ങനെ കാണുന്നതിന് വേണ്ടി താങ്കൾ കോടതിയുടെയോ അല്ലെങ്കിൽ ജയിലതിന്റെ പെർമിഷൻ വാങ്ങിയിരുന്നോ? ഞാൻ പറയാം. ഇത് പോലീസ് സ്റ്റേഷന്റെ ചോദ്യം പോലെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവും. അയാളുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഒരു കുറ്റവാളിയെ ഇൻവെസ്റ്റിഗേഷൻ നടന്നതായി. അല്ല ഞാൻ പറയാം. അതെ, പറയട്ടെ. എളമരം കരീം പറയട്ടെ. TP വധക്കേസിലെ സകല കാര്യങ്ങളും പറയുന്നത് എളമരമാണ്. ഫേസ്ബുക്ക് വിവാദത്തെ മറികടക്കാൻ സോളാർ വാദങ്ങൾ പോലും എളമരം കരീം കാറ്റിൽ പറത്തി കളഞ്ഞു. ഞങ്ങള് നോ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞങ്ങൾ ആയുധമാക്കിയത് കോഴിക്കോട്ടുകാരൻ ഒരു പച്ച മനുഷ്യൻ അബ്ദുൾ മജീദ് എന്നെ 45 ലക്ഷം രൂപ വഞ്ചിച്ചു എന്ന് കൊടുത്ത കേസ്, മല്ലയിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ സരിത മുഖ്യമന്ത്രിയുടെ ബന്ധം ഉപയോഗിച്ച് എന്നെ വിശ്വസിപ്പിച്ച് പണം തട്ടി എന്ന് പറഞ്ഞ കേസ്, TC മാത്യു കൊടുത്ത കേസ്, ഞങ്ങൾ ആവശ്യപ്പെട്ടത് സരിതയോടൊപ്പം മുഖ്യമന്ത്രി ശ്രീധരൻ നായരെ കണ്ടു എന്നതിന് ടവർ ലൊക്കേഷൻ നിങ്ങൾ പരിശോധിച്ച് തെളിവ് ഹാജരാക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ കോൾ ലിസ്റ്റ് അടിസ്ഥാനത്തിലല്ല. അതിന് ഇന്നേ വരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പാർട്ടി കൂടെയുള്ളതാണ് എല്ലാത്തിനും ആകെയുള്ള ഒരു ധൈര്യം. ലതികയ്ക്കും ഒരു കുടുംബമുണ്ടെന്നുള്ള കാര്യം ആക്ഷേപം ഉന്നയിക്കുന്നവർ മറക്കാൻ പാടില്ല. ദീർഘകാലം തടവിൽ കഴിയുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ ഒന്നിച്ചെന്ന് കാണുക, അവരുടെ ആത്മവിശ്വാസം. അല്ല, മോഹന മാഷ പാർട്ടിയല്ലാണ്ട് ആരാ നോക്കുന്നത്? ഞാൻ അങ്ങോട്ട് വെച്ചോട്ടെ. ഇത്ര അധികം അക്രമം എനിക്കും കുടുംബത്തിനും എതിരായിട്ടുണ്ടായിട്ട് എനിക്ക് എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുന്നത്? വേറെ നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ പൊതുപ്രവർത്തകരായ സ്ത്രീകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പുറകോട്ട് കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അന്ന് മുതൽ ഇന്ന് വരെ എത്ര ആക്ഷേപങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കി. എനിക്കെങ്ങനെ പിടിച്ചേക്കാൻ കഴിയുന്നത്? ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ, ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ പിന്തുണ എനിക്കില്ലെങ്കിൽ ഞാൻ എന്നേ തീർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയാം നിങ്ങളെ ലക്ഷ്യം ഞാനല്ല, എൻ്റെ പാർട്ടിയാണ്. ഞാനത് എന്നോട് ഇന്നലെ ചോദിച്ചവരോടൊക്കെ ഇന്നലെ എന്നോട് ചോദിച്ചു പ്രതികരിക്കും. ഞാൻ ചോദിച്ചു എന്തിനാണ് പ്രതികരിക്കുന്നത്? ചോദ്യം നിങ്ങൾ പറയാം, ഉത്തരവിത. ലതികയുടെ സന്ദർശന അന്വേഷണ പരിധിയിൽ എത്ര അന്വേഷിക്കണം? ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ എൻ്റെ മോനെ കാണും ഞാൻ പോക്കുണ്ട്. ഞാൻ നാട്ടിലുള്ള ഞാൻ ഒന്നിച്ചങ്ങനെ കൊള്ളുന്നില്ല. പക്ഷേ ജയിലിലായപ്പോൾ ഞാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു പാർട്ടി സഖാവായുണ്ടാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പം പോകാറുണ്ട്. എൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. വെറുതെ കുടുങ്ങിയല്ല, അതുകൊണ്ട് തന്നെയാണ് ജയിലിലായത്. എനിക്ക് നന്നായിട്ടറിയാം, നല്ല ബോധ്യമുണ്ട് എനിക്ക് മോഹൻ മാഷ് ജയിലിലായിട്ടുള്ളത്. പക്ഷെ എനിക്കതിൽ പരാതിയൊന്നുമില്ല. കാരണം ഈ പാർട്ടിയിൽ എത്ര ആൾ മരിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പിന്തുണയുണ്ട് എൻ്റെ പാർട്ടീൻ്റെ. എനിക്ക് മാത്രമല്ല,
എൻ്റെ നാട്ടിലെ സാധാരണ പ്രവർത്തകന്മാർ എല്ലാ ദിവസവും പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളൊരു കാര്യം അല്ല, ഒറ്റ കാര്യങ്ങളാ. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് എന്തിനാ അതിന് വേവലാതി? എനിക്കില്ലാത്ത വേവലാതി നിങ്ങൾക്ക് എന്തിനാ? എനിക്കും ഇല്ല, എൻ്റെ മക്കൾക്കും ഇല്ല. അവരുടെ ആരോഗ്യസ്ഥിതി ഇതൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും പരസ്പരം സ്നേഹം പങ്കിടുക എന്നതിൽ കവിഞ്ഞൊരു രാഷ്ട്രീയ ചർച്ചക്കൊന്നുമല്ലേ പോകുന്നത്. അതുകൊണ്ട് പരസ്യമായി ഓഫീസർമാർ കേൾക്കാൻ പറ്റാത്തതൊന്നും ഞങ്ങൾക്ക് പറയാനുമില്ല. എന്തെല്ലാം കാണണം? ഇമാതിരി കാഴ്ചകൾ കൂടുതൽ കാണാൻ താല്പര്യമില്ലാത്തതിനാൽ ഒരു ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ഗുലുമാൽ ഭായ്. വെന്നിക്കൊടി പാറിക്കുന്നതിനുള്ള അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം.